അഭിഷേകം സകല ജഡത്തിന്മേലും ഒരുപാട് സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും ഒരുപാട് സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പണിയണമേ ഒരു കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പണിയണമേ ഒരു കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം അഗ്നിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പണിയണമേ ഒരു കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പണിയണമേ ഒരു കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ ഒരു സൈനികം ഞാൻ കാണുന്നു ആഹാബ് വിളിച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ കല്ലേറിയ താഴ്വരയിൽ ഒരു സൈനികം ഞാൻ കാണുന്നു ആഹാബ് വിളിച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പണിയണമേ ഒരു കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പണിയണമേ ഒരു കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ Matthew 13:16. But blessed are your eyes because they see. നിങ്ങളുടെ കണ്ണുകൾ കാണാൻ പറ്റുന്നത് കൊണ്ട് അത് ബ്ലെസ് ചെയ്തത് കൊണ്ടാണ് അത് കാണാൻ പറ്റുന്നതെന്ന്. ആൻഡ് യുവർ ഇയേഴ്സ് ബിക്കോസ് ദേ ഹിയർ. ചെവികൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ടാണ് ഇത് രണ്ടും നടക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഇല്ലെങ്കിൽ കണ്ണും കാണാൻ പറ്റത്തില്ല, ചെവിയും കേൾക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ കണ്ണ് ഇരുണ്ടിരിക്കുമോ, ചെവി മൂടിയിരിക്കുമോ, ഒരു സൗണ്ട് പോലും കേൾക്കാത്ത അത് ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. പക്ഷേ വചനപ്രകാരം പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റുന്നില്ല, ചെവി കൊണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ദൈവം ഉദ്ദേശിക്കുന്ന എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത് അത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചെവി കൊണ്ട് ഉപയോഗമുണ്ടോ?
കണ്ണുകൊണ്ട് ദൈവത്തിന് ആഗ്രഹമുള്ളത് കാണാൻ വേണ്ടി നിങ്ങളെ കണ്ണ് ഏൽപ്പിച്ചപ്പോൾ നിങ്ങൾ ആ കണ്ണുകൊണ്ട് ആ കാണേണ്ടത് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ മാനസികമായിട്ട് കണ്ണുണ്ടോ? ആ ഉണ്ട്. കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. ഏത് കാണുന്നത്? ദൈവം ചോദിക്കുന്നത് നിങ്ങൾ കാണേണ്ടത്, ദൈവം കാണിച്ച ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് ഒരു ഉപയോഗമില്ല. നിങ്ങളുടെ കണ്ണ് ലോക കണ്ണുകളാണ്. നിങ്ങളുടെ ചെവി കൊണ്ട് നിങ്ങൾക്ക് ചെവി കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ലോകത്തിൻ്റെ ചെവിയാണ്. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ലോകത്തിൻ്റെ ശബ്ദത്തിൻ്റെ പിന്നാലെയാണ് നിങ്ങൾ പോണത്. അതിൻ്റെ ഇതിലാണ് കേൾക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ചെവി കേട്ടോ, ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ചു തരുന്നത് നിങ്ങൾ ഈ പരിസരത്തോ അല്ലെങ്കിൽ എന്ത് ഇവിടെ ലോകപരമായിട്ട് എന്ത് സൗണ്ട് കേൾക്കുന്നു അതാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ആ ദേവദാസൻ ചോദിച്ച് നിങ്ങൾ ആ ശബ്ദം കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് പറയുന്നത് എന്താണ്? ആ ബാലൻ്റെ അടുത്ത് പറഞ്ഞ് നീ ആ ശബ്ദം കേട്ടെങ്കിൽ ഇനിയും മറുപടി കൊടുക്കാൻ എന്ന് വെച്ചാൽ അത് ദൈവത്തിൻ്റെ ശബ്ദമായതുകൊണ്ടാണ് ആ പ്രായം ചെന്ന ആ ദേവദാസൻ ആ ചെറിയ പയ്യൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി വിളി കേൾക്കുമ്പോൾ നീ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞു. അതേ കണക്ക് ഇപ്പോഴും പറയാനും ചെവി കേൾക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ആ കേൾവിയല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം യഥാർത്ഥമായിട്ട് ദൈവം സംസാരിക്കുന്നത് കേൾക്കാം. ആ സംസാരം ഇമ്പമേറിയതായിരിക്കും, സ്നേഹത്തോടു കൂടിയായിരിക്കും, താഴ്മയുടെ കൂടെ ആയിരിക്കും. അതേ കണക്ക് എന്തുകൊണ്ട് നമുക്കും സംസാരിച്ചുകൂടാ? അതേ കണക്ക് നമുക്കും എന്ത് കണ്ടുകൂടാ? കർത്താവ് എങ്ങനെ കാണുന്നു ആ കാഴ്ചപ്പാടിൽ കൂടെ നമുക്കും എന്തുകൊണ്ട് കണ്ടുകൂടാ? പക്ഷെ നമ്മൾ ലോകത്തിൻ്റെ ഇമ്പത്തിൽ മുങ്ങിക്കിടക്കുന്ന കൊണ്ട് നമ്മുടെ ശബ്ദവും കാണുന്നത് മുഴുവൻ ലോക ഇമ്പങ്ങളാണ്. എന്നിട്ട് നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മളെല്ലാം തികഞ്ഞെന്നുള്ള ഭാവത്തിലാണ് നമ്മളെന്ന് മീൻ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവകാശപ്പെട്ട് മുൻപന്തിയിൽ അങ്ങ് വീരവാദത്തോട് നടക്കുന്നവരുടെ കാര്യം പറയുന്നത്. ആ കൂട്ടത്തിൽ നമ്മളുണ്ടെങ്കിൽ ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം നമ്മൾ വായിച്ചത് എന്താണ്? ബട്ട് ബ്ലെസ്ഡ് ആർ യുവർ ഐസ് ബിക്കോസ് ദേ സീ. കണ്ണുകൾ കാണാമെന്ന് പറയുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. കാരണം അവർ കാണുന്നു എന്ന് ആര് പറയുന്നത്? യേശു പറയുന്നു. അപ്പോൾ യേശു അത് പറയണമെങ്കിൽ യേശുവിൻ്റെ കാഴ്ചപ്പാടിലുള്ള കാര്യമായി പറയുന്നത്, അല്ല ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. അപ്പോൾ പറയുന്നത് നിങ്ങളുടെ കണ്ണ് നിങ്ങൾ കാണുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. എന്നിട്ട് പിന്നെ അടുത്ത പറയുന്നത് ബിക്കോസ് ആൻഡ് യുവർ ഇയേഴ്സ് ബിക്കോസ് ദ ഇയർ. ചെവിയോ കേൾക്കുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട, കാരണം നിങ്ങളുടെ ചെവിയും കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ നിങ്ങൾ സൂക്ഷിച്ച് പറയണം. കർത്താവ് പറയുന്നതാണോ കേൾക്കുന്നത്, കർത്താവ് കാണിച്ചു തരുന്നതാണോ കാണുന്നതെന്ന് മാത്രം അറിയണം. നമുക്കതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കുകയില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വരും. എത്ര വാക്യം വായിച്ചത്? 14-ാമത്തെ വാക്യമാണ്. എത്രയോ? യെശയ്യാവിന്റെ മാത്രമാണ് പറഞ്ഞത്. 14. In them is fulfilled the prophecy of Isaiah. അവരിൽ യെശയ്യാവിൻ്റെ പ്രവചനം നിറവേറുന്നു. അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ നമുക്കിന്ന് വേണ്ടത് ഈ 14 മുതലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കേൾക്കുന്നവർ ഇപ്പോൾ ഇന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ ആ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് ഞാനല്ല പറയുന്നത്, എനിക്ക് തന്ന ആ ദൂതുകൾ വെളിപ്പെടുത്തുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് സ്റ്റെഫാനെ കൊണ്ട് ആ വാക്യം എടുത്തു. പക്ഷെ അതെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് യെശയ്യാവ് പ്രവാചകൻ തന്നത് ഇൻ ദം ഇസ് ഫുൾഫിൽഡ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് അവരിൽ അത് നിറവേറുന്നു. അപ്പോൾ എന്താ നിറവേറുന്നു, എങ്ങനെ നിറവേറുന്നു എന്നത്. അപ്പോൾ ഇതിൽ ആത്മീയ കാര്യങ്ങൾ വചനം സംസാരിക്കുമ്പോൾ നമ്മൾ ശോധന ചെയ്തുകൊണ്ടിരിക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കുള്ളതാണോ, ഞാൻ ആ റൂട്ടിൽ കൂടെയാണോ പോണത്, കർത്താവ് പറയുന്ന കണക്കാണോ ഞാൻ കാണുന്നത്, യെശയ്യാ പ്രവചനം പറഞ്ഞതുപോലെ അത് നിറവേറിയെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് നിറവേറുന്നോ, അത് നിറവേറിയോ. അപ്പോൾ നിറവേറിയെന്ന് പറയുമ്പോൾ ഉള്ളുകൊണ്ട് എത്ര സ്തുതിച്ചാലും മതി വരാത്ത വിധത്തിൽ സ്തുതികൾ നടക്കണം. അപ്പോൾ ആ സ്തുതിയാണ്, കാരണം കർത്താവിന് വേറെ ഒന്നും വേണ്ട.
നിങ്ങളുടെ 10 രൂപ ദശാംശമോ 100 എന്താ മാസം വരെയോ ഇതൊന്നും കർത്താവിന് വേണ്ട. ക്യാൻഡിലും കത്തിക്കണ്ട. നിങ്ങൾ ഞായറാഴ്ച തോറും സഭായോഗത്തിന് പോയിരിക്കുന്നു, അതൊന്നും വേണ്ട. നിങ്ങൾ ഇരിക്കുന്നിടത്തെല്ലാം എപ്പോഴും കർത്താവുമായിട്ട് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യുവിൻ. ഇതാണ് കർത്താവിന് വേണ്ടത്. നമുക്ക് നമ്മുടെ പൈസയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ അധ്വാനിക്കുന്നു, നിങ്ങൾ ജോലി നിങ്ങളെടുത്തോ. പക്ഷേ കർത്താവിനാകെ കൂടി വേണ്ടതെന്ന് കർത്താവിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ കർത്താവിനെ പോലെ ആകണം. നമ്മുടെ മക്കൾ നമ്മളെപ്പോലെ ആവണം എന്ന് പറയുമ്പോൾ മറ്റേ വീട്ടിലെ അയൽവാസി വീട്ടിലെ മക്കളൊക്കെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അവിടെ അടിച്ചു, ഇത് കടിച്ച്, കഞ്ചാവ് വാങ്ങിച്ചു കൊടുക്കും, ഇതൊക്കെ പോകണം. അങ്ങനെ ആവരുത്. എൻ്റെ മക്കൾ എന്നെപ്പോലും പെർഫെക്റ്റ്, ആ പറയുന്ന ആൾ പെർഫെക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് ആണോയെന്ന് പറയുന്ന കണക്ക് തന്നെ യേശുവും പിതാവായ ദൈവം കൊടുത്തവർ, നമ്മളെയൊക്കെ പിതാവായ ദൈവമാണ് തിരഞ്ഞെടുത്ത് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യേശു അത് മറുപടി പറയുന്നത്, പിതാവേ നീ എന്നെ ഏൽപ്പിച്ചത്, അവർ പിതാവ് തന്ന വചനങ്ങൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, അവരത് ഗ്രഹിച്ചു, അത് കേട്ടു, അവരനുസരിച്ച് അവർ നമ്മുടെ കൂടെ വരുന്നു. അപ്പം ഇത്രയും ഇത് പറയണമെങ്കിൽ നമ്മളത് ഗ്രഹിച്ച് അതനുസരിച്ച് വരണം. അപ്പോൾ ഇവിടെ പറയുന്നത്, ആ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഇവരിൽ നിറവേറി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിറവേറിയോ? അപ്പോൾ നമ്മൾ നിറവേറിയെന്ന് പറയുമ്പോൾ അയ്യോ യെശയ്യാ പറഞ്ഞാൽ നമുക്ക് നിറവേറി, നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ നമ്മൾ ലോക മനുഷ്യൻ്റെ കൂട്ടത്തിൽ കിടക്കുന്നവരാണ്. അതുകൊണ്ട് ശോധന ചെയ്യണം. ആ പ്രവാചകൻ പറഞ്ഞത് മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നോ? ആ പ്രവാചകൻ പറഞ്ഞതുപോലെ. അല്ലാതെ നമ്മളിവിടെ ഇരുന്നിട്ട് അയ്യോ ഞാൻ ബസ് കയറോ കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ചെന്നപ്പോൾ കൃത്യമായിട്ട് ബസ് 5 മിനിറ്റ് ലേറ്റായി, ഞാനും 5 മിനിറ്റ് ലേറ്റായി. ദൈവം എത്രമാത്രം കരുതുന്നു. അതൊന്നും ദൈവം കരുതുന്നതല്ല, അത് മനുഷ്യൻ്റെ കളികളാണ്. ഇപ്പോൾ നമ്മൾ എല്ലാം കൊണ്ടുമ്പോൾ ദൈവത്തിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യും. നടക്കുകയാണെങ്കിൽ, നടന്നില്ലെങ്കിൽ മൗനമായിട്ടിരിക്കും. നമ്മൾ ഈ കാര്യം ഓർക്കത്ത് പോലുമില്ല. അപ്പോൾ ചിലവരതാണ്, നമ്മൾ എന്ത് കരുതും, ദൈവകൃപയാൽ അത് നടക്കുന്നത്, ദൈവകൃപയാൽ നടന്ന അതൊക്കെ വൃദ്ധ ദൈവവചനം ഉപയോഗിക്കുന്നു. കർത്താവിന് ഒട്ടും കണ്ടുകൂടാ. പ്രാർത്ഥനയ്ക്കും ദൈവവചനം കൊടുക്കുന്നു, വൃദ്ധ ഉപയോഗിക്കുന്നു, അതും കണ്ടുകൂടാ. പിന്നെ എങ്ങനെയാണ് വരേണ്ടത്? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ തേങ്ങളോട് കൂടി യാചിച്ച് കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുന്നതിനാണ് മറുപടി. എനിക്ക് ഉറപ്പാണ്, എനിക്ക് ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇടക്കാലത്തൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ചില സമയത്ത് ചില വിഷയങ്ങൾ വരുന്നത് എനിക്കും അതൊരു ആവശ്യമുണ്ട്. നിങ്ങളുടെ കാര്യമായാലും മക്കളുടെ കാര്യമായാലും എനിക്കും അത് ഒരു ആഗ്രഹമുണ്ട്, അത് വരണം. അങ്ങനെ വരുമ്പോൾ ഞാൻ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്, ഈ ജഡ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയം. ആ ദൈവത്തിൻ്റെ ആലയം വെറുതെ ഒഴിഞ്ഞിരിക്കാനുള്ളതല്ല, അതിന് പരിശുദ്ധാത്മാവ് വന്ന് വസിക്കാൻ വേണ്ടിയുള്ള ആലയമാണ്. അപ്പോൾ അത് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പൊട്ടി അത് പ്രാർത്ഥിക്കണം, ആ ആത്മാവ് വെളിപ്പെടുത്തി തരും. ആ വിങ്ങൽ പൊട്ടലിനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം ഉത്തരം കിട്ടി. ചില സമയത്ത് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കണക്കാണ് വാക്കുകൾ വെച്ച് നീട്ടി വചനങ്ങളൊക്കെ കോർത്ത് ഇണക്കി, അങ്ങനെ അതൊന്നും എനിക്കറിഞ്ഞുണ്ട്. എനിക്കല്ലത് കർത്താവ് പറഞ്ഞത് എന്താ, നീ മുട്ടുകുത്തുന്ന മുമ്പേ നിൻ്റെ വിഷയം ഞാൻ അറിയുന്നു. അപ്പോൾ ഞാൻ വല്ല വാക്കും പറഞ്ഞോ? ഞാൻ ഒരു വചനവും പറഞ്ഞില്ല. പക്ഷെ നീ മുട്ടുകുത്തുന്ന മുമ്പേ നിൻ്റെ വിഷയം എന്താണെന്ന് ഞാൻ അറിയുന്നു. ആ ദൈവത്തിൻ്റെ അടുക്കാണ് ഞാൻ പോണത്. ഞാൻ കയറി ഇത്രയും വാക്കുകളും കാര്യങ്ങളും മണിക്കൂർ കണക്കിന് പ്രാർത്ഥിക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, എനിക്കൊരു പർട്ടിക്കുലർ വിഷയമുണ്ട്. ആ വിഷയം കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഇരുന്ന് കിടന്നുകൊണ്ടും അത് ചിന്തിച്ചെടുക്കുക. ചിന്ത എന്ന് പറഞ്ഞാൽ ലോകം പറയുന്ന ചിന്ത അല്ല. ഞാൻ ഗൽഗതത്തോടുകൂടി അത് കർത്താവുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മറുപടി ഇവിടെ പറയുന്നത് എന്താണ്? ഇൻ ദം ഈസ് ഫുൾഫിൽ ദ പ്രൊഫസി ഓഫ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് അവരിൽ അത് പൂർണ്ണമായി. അടുത്ത വാക്ക്, അടുത്ത സ്റ്റെപ്പ് പറയുന്നത്, യു വിൽ ബി എവർ ഹിയറിങ് ബട്ട് നെവർ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ ഭയങ്കരമായിട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് കേൾക്കുന്നു, ശ്രദ്ധിച്ചോ, കേട്ടോ, എല്ലാം കാണും, പക്ഷെ മനസ്സിലാവുന്നില്ല. അങ്ങനെയല്ല മലയാളം എഴുതിയിരിക്കുന്നത്. ആ
നിങ്ങളുടെ ചെവിക്കൊട്ട് നിങ്ങളെല്ലാം കേൾക്കുന്നു, ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നോ ഇല്ലോ, ഇത്രയും മൈക്ക് വെച്ച് കേട്ടിട്ട് കേൾക്കുന്നില്ലയോ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്, പക്ഷേ ഗ്രഹിക്കുന്നില്ല. കർത്താവ് ഉദ്ദേശിക്കുന്ന ആ വചനത്തിൻ്റെ ആഴം ഇന്നത്തെ ദിവസം ഇവിടെ പറയുമ്പോൾ, ഇന്ന് കർത്താവ് ആ വചനത്തിൽ കൂടെ എന്താ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഗ്രഹിക്കുന്നില്ല. നമ്മളിവിടെ വചനം ഇത് അന്ന് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്തെന്ന്, അന്നത്തെ ഇതിന് ആണെങ്കിൽ പിന്നെ അന്നത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരെ. ഇന്ന് ഈ വചനം വായിക്കണമെങ്കിൽ ഇന്നത്തെ കാര്യം, ഇന്നിവിടെ വചനം സംസാരിക്കുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ 5 പേരുടെ കാര്യം, വേറെ ആരും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് 5 പേർക്കുള്ളതാ. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്, നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിന് മുമ്പത്തെ സെൻറ്റൻസ് പറഞ്ഞത് എന്താണ്, പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞത് നിറവേറ്റി. അപ്പോൾ നിറവേറ്റിയോ? അടുത്ത സെൻറ്റൻസ് പറയുന്നത് എന്താണ്, നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആര്? നമ്മൾ കേൾക്കുന്നുണ്ട്, വന്നിരിക്കും, കേൾക്കുന്നത്. എപ്പോഴും പറയും ഞായറാഴ്ച ഇവിടെ അവിടെ ആൾക്കാരെ സഭകളിലൊക്കെ ഇതാണ് വന്നിരിക്കുന്നു, കേൾക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? ഗ്രഹിക്കാതെ ഇരുന്നിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കർത്താവെല്ലാം ചെയ്തത് ഞാൻ ഇപ്പോഴും പറയാണ്, കർത്താവ് കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്നവർക്ക് ഇതിനേക്കാളും അധികം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം കർത്താവിനെ അവരെല്ലാം ദൈവഛായയിൽ സൃഷ്ടിച്ച മനുഷ്യരാണ്. ലോക മനുഷ്യരാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് വീതിച്ച് വെച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികളിലും അതിൽ പല വീതങ്ങളും, അത് കഴിഞ്ഞ് പെന്തക്കോസ്തിൽ വന്ന് തീരുമ്പോൾ അതിലും പല വിധങ്ങളും. എല്ലാവരും ഒരു പുസ്തകമൊക്കെ കൊണ്ട പോകുന്നത്. ഈ യേശുവാണ് എൻ്റെ ദൈവം, ഈ യേശുവാണ് മരിച്ച് 3-ാം നാൾ ഉയർത്തെണീറ്റെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞ് വരുമ്പോൾ ഓരോരുത്തർ ഓരോ കോലങ്ങളെടുത്തിട്ട് ഇതെനിക്ക് മതി എന്ന് വെച്ചാൽ, കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ക്രൂശിൽ 3 ആണിയിൽ ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെടുന്ന സമയത്ത് ആ വസ്ത്രം വരെ വീതിക്കാൻ ആൾക്കാർ ഇരുന്ന ജനമാണ് നമ്മൾ. അതിൻ്റെ പിൻഗാമികളാണ് നമ്മൾ. നമ്മുടെ അപ്പൂപ്പന്മാരെല്ലാം ഈ വസ്ത്രം വലിച്ചു കീറി തയ്യൽ പോലും ഇല്ലാത്തതിന് അതിനെ മുറിച്ചെടുക്കേണ്ടി വന്നു. അപ്പോൾ എത്ര അഹങ്കാരം. ഇപ്പം നമ്മൾ നോക്കാനടുത്തത് ജീപ്പ് പിടിച്ച് ആൾക്കാരെ കൊല്ലുന്നത് നമ്മൾ, അത് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ എന്തൊക്കെ, ഈ ജനം ഇങ്ങനെ ആയിപ്പോയോ, അവർ മൃഗത്തിനേക്കാളും കഷ്ടമായോ, ചിന്ത വരുന്നില്ലയോ എന്ന് പറയുമ്പോൾ അന്ന് ഇത് നടന്നു. ആ വസ്ത്രം വീതിച്ചപ്പോൾ ആ കർത്താവിനെ മരിച്ചടക്കം ഒരു പാവം പോലും ഇല്ലാത്ത എല്ലാം സത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാകാതെ അവർ ക്രൂശിച്ച് തീർന്നിട്ടും അതിനും സഹിക്കാൻ പറ്റും, ആ വസ്ത്രം വീതിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന യു വിൽ ബി എവർ ഹിയറിങ് ബട്ട് നെവർ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് തന്നെ എന്ന് ഞാനും പറയുന്നത്. നിങ്ങൾ വചനം ഞാൻ ഒരു ദൂത് പറഞ്ഞു തീരുമ്പോൾ, നിങ്ങൾ പിന്നിടത്തിൽ നടന്നു തീരുമ്പോൾ ആ ദൂതാണ് കണ്ടാൽ നടന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ അപ്പോൾ പറയുന്നുണ്ട് ആ ദൂതല്ല. ഇന്നലെ രമ്യ ഇരുന്നിട്ട് പറഞ്ഞു, അന്ന് ഡാഡി പറഞ്ഞു ഒരു ദൂത് അത് നിറവേറി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞു അതല്ല ദൂത്, വേറെ വരുന്നുണ്ട് ഇതിനേക്കാളും കഠിനമായത്. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞു ആ ദൂതല്ല, ഇതിനേക്കാളും കഠിനമായി വരുന്നു. അപ്പോൾ അതിനെ കൊണ്ടുപോയി കണക്ട് ചെയ്തിട്ട് രക്ഷപ്പെട്ടു, ഇതിൽ ഒതുങ്ങിയല്ലോ. പക്ഷെ അതിനേക്കാളും വലുത് വരുന്നെന്നും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. അപ്പോൾ അതാണ് പറയുന്നത്, ഇവിടെ കേൾക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. യു വിൽ ബി എവർ ഹിയറിങ് ബട്ട് നെവർ അണ്ടർസ്റ്റാൻഡിങ്. യു വിൽ ബി എവർ സീയിങ് ബട്ട് നെവർ പെർസീവിങ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ കാണേണ്ടതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നില്ല. ആ കാണിച്ചയില്ലേ നിങ്ങളവിടെ നോക്കാനടുത്ത് ഇതോ അത് കണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ക്ലോക്ക് ഉണ്ടൊക്കെ ഇതോ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടോ എന്ന് ചോദിച്ചത് അവിടെ ഇതോ ഒരു ചെറിയൊരു എറുമ്പ് ഓടുന്ന കാര്യമാണ്. അപ്പോൾ അതിനാണ് അല്ല ക്ലോക്കും കർട്ടനും വിൻഡോ ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങളെ കാണിച്ചിട്ട് എന്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതോ അവിടെ നോക്ക് എന്ന് പറഞ്ഞു തരുന്ന ആ ഒരു എറുമ്പുതോ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്. അവിടെ നിൽക്കാൻ പാടില്ല, അവിടെ വരാൻ പാടില്ലാത്ത ആ എറുമ്പിനെയാണ് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അതല്ല ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ കണ്ണു അതിലെന്തോ ഇരിക്കുന്നു, അതാണ് ഈ കുഴപ്പം. അപ്പോൾ കാണാൻ പറയുമ്പോൾ ദൈവം ആത്മാവിൽ പറയുന്നത് കാണാൻ പറയും. നിങ്ങൾ ആ കാണുന്നതല്ല കാഴ്ച, നിങ്ങൾ നിങ്ങളുടെ ലോകത്തിൻ്റെ ഇമ്പത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെ നിങ്ങളുടെ കണ്ണിൽ വരുള്ളൂ. പക്ഷെ നിങ്ങൾ ദൈവമേ ഇന്ന് ഈ ശബ്ദത്തിന് ആൾട്ടോ പറയുന്നതല്ല, ഈ വചന ശബ്ദം എന്ന് പറയുന്നത് ദൈവത്താൽ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഇന്ന് ഈ വചനം എടുത്തിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ ഈ വചനത്തിൽ കൂടി എനിക്കുള്ളതൊന്ന് വെളിപ്പെടുത്തി തരണേ, എനിക്കുള്ളതൊന്ന് കാണിച്ചു തരണേ, എനിക്ക് കേൾക്കേണ്ട രീതി എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് അതൊന്ന് അർത്ഥത്തിൽ മനസ്സിലാക്കി തരണേ.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ദൂതുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ ദൂത് വെച്ച് വേറെ ഇതിൽ അയ്യോ ഒരു യാത്രയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പോയി. ദുബായ് പോണതാണോ യാത്ര? ദുബായ് നമുക്ക് യാത്രയല്ല. ദൈവം അത് നമ്മളെ വീട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോകുന്നു വരുന്നു. അത് യാത്രയല്ല. മറ്റൊരു രാജ്യത്തിൽ പോണതാണ് യാത്ര. അത് എൻ്റെ അടുത്ത് ആരെങ്കിലും പറയുമ്പോൾ ഞാൻ പറയും കാരണം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ രാജ്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു യാത്ര ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയല്ലോ. പിന്നെ ഇനി ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത് എനിക്കും അറിയാം. ഞാൻ പറയുന്ന പിടി കിട്ടുന്ന. അപ്പോൾ ദൈവം പറയുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് അത് എടുത്ത് പറയുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ കാര്യമുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ആ ദൈവപ്രവൃത്തി നിങ്ങളിൽ നടക്കുമ്പോൾ നിങ്ങൾ വല്ലതും കൊണ്ടൊന്ന് കണക്ട് ചെയ്തിട്ട് കാര്യമല്ല. അത് കണക്ട് ചെയ്യണം, അത് വരണം. അതാണോ ഇത്? പണ്ട് മനുവിൻ്റെ അടുത്ത് ഒരു ദൂത് പറഞ്ഞതാണ്, മനു സൂക്ഷിച്ചു പോകണം. അന്ന് ഇറങ്ങാനടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ വിട്ടിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റിൻ്റെ ഒരു ചുറ്റുപാട് വരുന്നുണ്ട്. അയ്യോ ഡാഡി അതുകൊണ്ട് നോക്കി കണ്ടു പോകും. അന്ന് പോയി വന്നത് എന്താണ്, ഞാനും മനും കൂടെ മാർക്കറ്റിൽ പോയിട്ട് വരാനടുത്ത് ഒരു സിഗ്നലിൻ്റെ അവിടെ വന്നിട്ട് സിഗ്നലിൻ്റെ അവിടെ റെഡ് കണ്ടപ്പോൾ നിന്നു, ഗ്രീൻ കണ്ടപ്പോൾ മനു വണ്ടി എടുത്ത് ഉടനെ ലെഫ്റ്റ് ടേൺ വരുമ്പോൾ അത് ഒരു മീഡിയത്തിൻ്റെ മുകളിൽ കൂടെ കേട്ടപ്പോൾ ഞാൻ ഒരു വിളി വിളിച്ചപ്പോൾ മനു അവിടെ നിർത്തി. അല്ലെങ്കിൽ ആ മീഡിയത്തിൽ പോരുന്നത് ഞങ്ങൾ രണ്ടെണ്ണം കൂടെ വണ്ടിയുടെ അടിയിൽ നിന്നേനെ. അത് വന്ന് വീട്ടിലെത്തിയപ്പോൾ മനു ഞാൻ അങ്ങ് ഷോക്കടിച്ച് പോയി. വന്ന് വീട്ടിലെത്തി തീരുന്നതിന് ഡാഡി അന്നത്തെ ദൂത് പറഞ്ഞത് തീർന്നോ? ഞാൻ പറഞ്ഞു ഇല്ല, അതല്ല ഇത് ഭയങ്കരമായിരുന്നു. എന്നിട്ട് മനു ചോദിച്ചു തീർന്നു, അത് ആശ്വാസം, ആ ദൂത് തീർന്നല്ലോ. ഞാൻ പറഞ്ഞു ഇല്ല, ആക്സിഡൻറ്റ് മുറയ്ക്ക് വരുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞ് തീരുന്നപ്പോൾ മനു ഡ്യൂട്ടിയും കഴിഞ്ഞ് അവരുടെ ബസ്സിലാണ് വരുന്നത്, മിനി ബസ് അവിടുത്തെ ഏറ്റവും വലിയ അൽക്കയിൽ റോഡ്, വലിയ റോഡ്, 6 ട്രാക്കുള്ള റോഡ് ഒരു സൈഡിൽ. അതിൽ വന്നപ്പോൾ ആ ബസ് 3 കറക്കം കറങ്ങി മറിഞ്ഞു വീണു. മനു ഫ്രണ്ടിൽ ഇരുന്നത് കൊണ്ട് ഫ്രണ്ടിലെ കണ്ണാടി പൊട്ടി അതിൽ കൂടെ വീണു. എന്നിട്ട് അവിടെ നിന്നിട്ട് ഡാഡി ഇവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റി, ബസ് മറിഞ്ഞു. മനുവിനും വല്ല കുഴപ്പമുണ്ട്? ഇല്ല, എന്തോ അവരൊന്നും എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ആംബുലൻസിനൊക്കെ വിളിച്ചിരിക്കും എന്ന് പറഞ്ഞ ഉടനെ ഞാൻ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ഉടനെ ലെറ്ററിലെടുത്ത് വന്ന് ഡ്രസ്സ് ചെയ്ത് നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോണ വഴിക്ക് ഇത് കാണുന്നു. അത് അപ്പുറത്തെ സൈഡാണ്, ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ്. നേരെ രാഷിദി ഹോസ്പിറ്റലിൽ പോയി ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് ഓരോ ആംബുലൻസിനും ഓരോരുത്തരെ കൊണ്ടുവന്ന് അവിടെ ഇറക്കുന്നു. അവിടെ ഇറക്കി തീർന്നപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അതിൽ മനു കാണുന്നില്ല. പിന്നെയും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞു. ഉടനെ മനു വിളിക്കുന്നു, ഡാഡിയും എല്ലാവരും എവിടെ പോയിരിക്കുന്നു? ഞാൻ പറഞ്ഞു ഞങ്ങൾ രാഷിദി ഹോസ്പിറ്റലിൽ നിന്ന്. അതിന് ഞാൻ വീട്ടിൽ ഇരിക്കില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ദൈവം അവിടെ ഒരുക്കി വന്നിരുന്നപ്പോൾ അന്നും പ്രാർത്ഥിച്ചപ്പോൾ മനു പറഞ്ഞു വല്ലാത്തൊരു ആക്സിഡൻ്റായിരുന്നു. 3 കറക്കം കറങ്ങി വീണ് ഞാൻ ഫ്രണ്ട് സീറ്റിലിരുന്ന് ആ കണ്ണാടി പൊട്ടി വെളി വന്ന് എല്ലാത്തിനെയും രാഷിദി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ ദൈവം എന്നെ വീട്ടിൽ കൊണ്ടുപോകും. ഇതിപ്പോൾ തീർന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇതൊക്കെ നടക്കാൻ നേരത്ത് നമ്മൾ പറയുമ്പോൾ സാധാരണ ആൾക്കാരാണെങ്കിൽ തീർന്നില്ല, ഇത്രയും വലിയ ആക്സിഡൻ്റ് ആണെന്ന് വരും, തീർന്നില്ലേ? അപ്പോൾ അന്ന് പറഞ്ഞത് എന്താണ്, ആക്സിഡൻറ്റ് പറ്റും. 3ാമത്തെ ആക്സിഡൻറ്റ് ഏതായിരുന്നു? ഡ്യൂട്ടി സമയത്ത് നിന്നപ്പോൾ അർജൻറ്റായിട്ട് ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് ഇനി 5 മിനിറ്റേ ഉള്ളൂ, ഒരു ഡോക്യുമെൻറ്റ് ആ ഫ്ലൈറ്റിൽ തന്നെ കൊടുത്തു വിടണം എന്ന് പറഞ്ഞാൽ അവിടെ മോൾ ഓഫീസർമാർ കൊടുത്തപ്പോൾ മനു വേറെ ഒന്നും നോക്കിയില്ല. മനുവിന് എയർപോർട്ടിൻ്റെ അകത്ത് വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഉള്ളതുകൊണ്ട് ഇറങ്ങി കാർ എടുത്ത് വച്ച് വിട്ട് ആ ബേ, എവിടെ ആ ഫ്ലൈറ്റ് കിടക്കുന്ന ആ ബേ അവിടെ വച്ച് വിട്ടപ്പോൾ വേറെ ഇപ്പുറത്തെ ബേയിലുള്ള ഫ്ലൈറ്റ് പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അങ്ങോട്ട് ക്രോസ് ചെയ്യരുത്. മനു നോക്കിയപ്പോൾ 5 മിനിറ്റേ ഉള്ളൂ, വേറെ ഒന്നും നോക്കില്ല. അതിൽ കൂടെ വെട്ടിച്ചെടുത്ത് നേരെ കൊണ്ടുപോയി ആ ക്യാപ്റ്റൻ്റെ അടുത്ത് കൊടുത്ത് വാതിലടച്ചാൽ പിന്നെ തുറക്കാൻ പാടില്ല എന്നാണ് അവിടുത്തെ നിയമം. വാതിലടച്ച് ഫ്ലൈറ്റ് പോകാനുള്ള ഒരുക്കം കാണും. മനു ഇറങ്ങി തിരിച്ച് വന്നപ്പോൾ പോലീസ് എല്ലാം കൂടെ വിലക്കും വെച്ചിട്ട് കൊണ്ടുപോയി. കാരണം ഇവിടെ അത് ഭയങ്കര ആക്സിഡൻ്റാണ് ഇത് വരേണ്ടത്. കൊണ്ടുപോയി തീരുന്നപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ ഡോക്യുമെൻ്റ് അർജൻറ്റായിട്ട് കൊടുക്കണം, ആ ഫ്ലൈറ്റ് കൊടുത്തേ അവിടെ എത്താൻ പറ്റുള്ളൂ. ഉടനെ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അവർ വൈസ് പ്രസിഡൻ്റ് അടുത്ത് കൊണ്ട് ചെന്നപ്പോൾ വൈസ് പ്രസിഡൻറ്റ് ചോദിച്ചത് എന്താണ്, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അതുകൊണ്ട് മനുവിനിപ്പോൾ അല്ലെങ്കിൽ ജോലിയും പോയി പണിഷ്മെൻറ്റും എന്തൊക്കെ ഉണ്ടെന്ന് മനു പറയുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് മനു ഇത് വിസ്തരിച്ച് പറഞ്ഞു തരുന്നപ്പം ഡാഡി ഇനിയെങ്കിലും ആ ആക്സിഡൻറ്റ് തീരുന്നോ? ആയിരുന്നു ഇപ്പം തീർന്നു. ഓർമ്മ ഉണ്ട?
അപ്പോൾ ദൂത് പറഞ്ഞപ്പോൾ ആ ഒരു ദൂതിൻ്റെ ആദ്യത്തെ കേട്ടപ്പോൾ ഇതാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയാൽ നടക്കത്തില്ല. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്, അത് വരാനുള്ള. ദൈവം പറഞ്ഞ ദൂത് അത് ഇവിടെയും പറയുന്നത്, യു വിൽ ബി എവർ ഹിയറിങ് ബട്ട് നെവർ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ദൂത് കേട്ടോ, മനസ്സിലായോ? നമ്മളിവിടെ ലെറലും അവരത് മനസ്സിലായി. എനിക്കറിയാം മനസ്സിലായില്ല. ഞാൻ ഇവിടെയും ദൂതുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലായത്. എനിക്കറിയാം, എന്നിൽ വെളിപ്പെടുത്തിയത് പറയാനുള്ള ആ മലയാളമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിങ്ങളത് ഗ്രഹിക്കുന്നില്ല. കാരണം പിന്നെ ഒരു മീഡിയേറ്ററിൽ കൂടെയാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ മനസ്സിലാവാത്ത കൊണ്ടാണ് കുഴപ്പം. നിങ്ങൾ ചെവിയുണ്ട്, കേൾക്കുന്നുണ്ട്, ബട്ട് അണ്ടർസ്റ്റാൻഡിങ് യു വിൽ എവർ സീയിങ് ബട്ട് നെവർ പെർസീവിങ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ഇത്രയും ക്ലിയറായിട്ട് കാണും, എന്നിട്ട് നിങ്ങൾക്കത് ഗ്രഹിക്കേണ്ട രീതിയിൽ ഗ്രഹിക്കുന്നില്ല. 15ാമത്തെ വാക്യം, ഫോർ ദിസ് പീപ്പിൾ ഹാർട്ട് ഹാസ് ബിക്കം കൊളോസ്ഡ്, ദേ ഹാർട്ട്ലി ഇയർ വിത്ത് ദിയർ ഇയേഴ്സ് ആൻഡ് ദേ ഹാവ് ക്ലോസ്ഡ് ദിയർ ഐസ്. ഇങ്ങനെയുള്ള ആ 15ാമത്തെ വാക്യം വായിച്ച്. അത് വേറൊരു പോക്കിൽ പോകണം. ഫോർ ദിസ് പീപ്പിൾ ഹാർട്ട് ഹാസ് ബീൻ കൊളാപ്സ്ഡ്. കാരണം ഇങ്ങനെ ഉള്ള വ്യക്തികളുടെ ഹൃദയങ്ങളൊക്കെ കൊളാപ്സായി, എന്ന് വെച്ചാൽ പൊളിഞ്ഞു പോയി, അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ളവർ, അതായത് കേട്ടിട്ടും കേൾക്കുന്നില്ല, കണ്ണുണ്ടായിട്ട് കണ്ടിട്ടും കാണുന്നില്ല, ഇങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങൾ നുറുങ്ങിപ്പോയി. അതിനൊരു ദാക്ഷിണ്യമില്ല. കാരണം ലോകത്തിൻ്റെ ഹൃദയം അതും ഇതുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ. അപ്പോൾ ഫോർ ദിസ് പീപ്പിൾ ഹാർട്ട് ഹസ് ബിക്കം കൊളാപ്സ്ഡ്, ദേ ഹാർട്ട്ലി ഇയർ വിത്ത് ഹിസ്. അവർ കഷ്ടിച്ച് അവരുടെ ചെവി കൊണ്ട് കേൾക്കാൻ ശ്രമിക്കുകയുള്ളൂ. അവർ പൂർണ്ണമായിട്ട് വന്നിരുന്നു. നിങ്ങളിവിടെ വന്നൊരു പൂർണ്ണമായിട്ട് കേൾക്കാൻ വേണ്ടിയല്ല ഇവിടെ ഇരിക്കുന്നത്. പൂർണ്ണമായിട്ട് ആ ചെവി ഇതിനു വേണ്ടി തന്നിട്ടില്ല. നിങ്ങൾ ഇത് കേട്ടോണ്ട് പൂർണ്ണമായിട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ശബ്ദം കേട്ടാലും നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകത്തില്ല. കാരണം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇത് കേൾക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടുകൂടി ഇരിക്കുമ്പോൾ ആ അവിടെ ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകില്ല. അത് പോകണമെങ്കിൽ അങ്ങനെയുള്ളവരുടെ കാര്യം പറയുന്നത്, ഫോർ ദിസ് പീപ്പിൾ ഹാർട്ട് ഹസ് ബിക്കം കൊളാപ്സ്ഡ്, ദേ ഹാർട്ട്ലി ഇയർ വിത്ത് ദിയർ ഇയേഴ്സ് ആൻഡ് ദേ ഹാവ് ക്ലോസ്ഡ് ദിയർ ഐസ്. എന്നിട്ട് അവരുടെ കണ്ണവർ അടച്ചു കളഞ്ഞു. എന്ന് വെച്ചാൽ കൺപീലികൾ തുറന്നു വെച്ചൊരു കാണുന്ന കണക്കുണ്ട്, പക്ഷെ അവരുടെ കാഴ്ച അതിൻ്റെ അകത്തുള്ളത് അടഞ്ഞിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ണ് കാണുന്നുണ്ട്, പക്ഷെ ഒരു മങ്ങൽ കണക്ക്. കണ്ണാശുപത്രി ചെന്നപ്പോഴാണ് പറയുന്നത് അത് കാട്രാക്റ്റിൻ്റെ പ്രോബ്ലമാണ്. ഞാൻ ചോദിച്ചാൽ അതെന്തുവാ? കൺപോളയുടെ മുകളിൽ ഇത് പോറലും കാര്യങ്ങളും വീണൊക്കെ അടഞ്ഞ് ഇത് വന്നിരിക്കും, അതിനെടുത്ത് കളയണം. ഞാൻ പറഞ്ഞു അതിനെടുത്ത് കളയണം. അതിങ്ങനെ അതാണ് അവർ ഓപ്പറേഷനിൽ കൂടെ കൃത്യമായിട്ട് ആ ഒരു വട്ടം കണക്കൊരു ബ്ലേഡ് ഇട്ട് വെട്ടി ആ ഇതെടുത്ത് കളഞ്ഞിട്ട് വേറെ ആർട്ടിഫിഷ്യൽ ആ ഒരു ഇതുണ്ട്, അതെടുത്ത് മുകളിൽ വെച്ചിരുന്നു. അത് അവിടെ ആ സ്ഥാനത്ത് വീണു. അപ്പോൾ കണ്ണിൻ്റെ പുറം ഇതൊക്കെ ഷോ ആണ്, പക്ഷെ കാഴ്ച കാണണമെങ്കിൽ അതിൻ്റെ അകത്തൊരു വെയിനുണ്ട്. ആ വെയിനിലെ ശക്തിയും കാര്യങ്ങളാണ് ദൈവം അത്രമാത്രം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുകളിൽ പൊടിയും കാര്യങ്ങളും വെച്ചിട്ട് അത് കളഞ്ഞിട്ട് പിന്നെ വയ്ക്കുമ്പോൾ പിന്നെ ക്ലിയർ ആകും. പക്ഷെ അകത്തത്ത ആ അതാണ് റെറ്റിനാടെ ക്ലീനിങ്. റെറ്റിനാടെ ആ ഞരമ്പിൽ അവർ ബേൺ ചെയ്ത് ലേസർ വെച്ചിട്ട് കത്തിച്ച് കളഞ്ഞു. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് തരുന്ന അത് കംപ്ലീറ്റ് അങ്ങ് പോയി തരുന്ന പിന്നെ ആ കണ്ണ് കാണാൻ പറ്റാതെ വരും. അപ്പോൾ അതിനാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഈ കണ്ണാണ്. ഇപ്പോൾ നിങ്ങൾ പുറം കാണുന്നുണ്ട്, പക്ഷെ കണ്ണ് പോലും കാണുന്നില്ല. ആൻഡ് ദേ ഹാവ് ക്ലോസ്ഡ് ദി ഐസ്. അവർ കണ്ണ് അടച്ച് കളഞ്ഞു. കണ്ണ് പീലി തുറന്നിരിപ്പുണ്ട്, പക്ഷെ കാണേണ്ട കാഴ്ചയുടെ ആ ഭാഗത്ത് നിങ്ങൾ അടച്ച് കളഞ്ഞു. അതർവൈസ് ദേ മൈറ്റ് സീ വിത്ത് ദ ഐസ്, ഇയർ വിത്ത് ദ ഇയേഴ്സ്, അണ്ടർസ്റ്റാൻഡ് വിത്ത് ദ ഹാർട്ട്സ് ആൻഡ് ടേൺ ആൻഡ് കുഡ് ബി ഹീൽഡ്. ദേ ഹാവ് ക്ലോസ് ദി ഐസ്. ഇല്ലായിരുന്നെങ്കിൽ അവർ കണ്ണുകൊണ്ട് കാണാമായിരുന്നു, ചെവി കൊണ്ട് കേൾക്കാമായിരുന്നു, ഹൃദയം കൊണ്ടും മനസ്സിലാക്കാമായിരുന്നു. ആൻഡ് ടേൺ ആൻഡ് കുഡ് ഹീൽ ദം. അവർ തിരിഞ്ഞ് അവർ തന്നെ സൗഖ്യമാവുമായിരുന്നു. അപ്പം ഇതൊന്നും രോഗമല്ല, നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ണുണ്ട്, ഞാൻ കാണത്തില്ല. ചെവിയുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കേൾക്കേണ്ട രീതി കേൾക്കത്തില്ല. ഹൃദയമുണ്ട്, ഞാൻ അതിന് ആ ഇതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്?
ഇതെല്ലാം നിങ്ങൾ ചെയ്യാമായിരുന്നു, നിങ്ങൾക്ക് സൗഖ്യമായനെ. എന്ന് വെച്ചാൽ ഈ 3 അവയവങ്ങളും പ്രവർത്തിക്കുമ്പോൾ അത് സൗഖ്യമായനെ. 16-ാമത്തെ വാക്യം, ബട്ട് ബ്ലെസ്ഡ് ആർ യുവർ ഐസ് ബിക്കോസ് ദേ സീ. പക്ഷേ നിങ്ങളുടെ കണ്ണുകൾ കാണാൻ പറ്റുന്നതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ പറയുന്നത്. ബട്ട് ബ്ലെസ്ഡ് ആർ യുവർ ഐസ് ബിക്കോസ് ദേ സീ. കാരണം നിങ്ങളുടെ കണ്ണ് കാണാൻ പറ്റും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ, മനസ്സിലായി എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്നു. വന്നും പോയി ഇരിക്കുന്ന ടൈപ്പാണ്. ചെവിയാണ് കേൾക്കുന്നുണ്ട്, അതും വന്നും പോയി ഇരിക്കുന്ന ടൈപ്പ്. അപ്പോൾ കർത്താവിടെ പറയാം, നിങ്ങളുടെ ചെവി കാണുന്നുണ്ട്, അത് അനുഗ്രഹിക്കപ്പെട്ട കണ്ണാണ്. പക്ഷെ അത് പൂർണ്ണ രോഗത്തിന് നിങ്ങൾ വിട്ടുകൊടുത്താലേ അത് പൂർണ്ണ കഥ കിട്ടുള്ളൂ. നിങ്ങളുടെ ചെവി കേൾക്കുന്നുണ്ട്, അതും പൂർണ്ണ രൂപത്തിൽ വിട്ടുകൊടുത്താലേ അത് പൂർണ്ണതയിൽ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ 10 കിലോ അരി തരുന്നു, അത് കേട്ടോ നിങ്ങൾ സൗജന്യമായിട്ട് കേട്ട് തീർന്നിട്ട് പിന്നെ പറഞ്ഞതൊന്നും കേട്ടില്ല. പിന്നെ കർത്താവ് പറഞ്ഞത്, ഞാൻ 10 കിലോ ശർക്കരയും തരുന്നു, അണ്ടിപ്പരിപ്പും ഗ്രേപ്സും തരുന്നു, പായസം വയ്ക്കാണ്ട് ഇതെല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ കേട്ടത് ആകെ കൂടി എന്തുവാ? 10 കിലോ അരി. നിങ്ങൾ ഈ അരി വെച്ച് ചോറ് കഞ്ഞി വെച്ച് കുടിക്കാം. പക്ഷെ കർത്താവിൻ്റെ കൂടെ മധുരിക്കുന്ന സാധനം തന്നു, പുഷ്ടി വയ്ക്കുന്ന അണ്ടിപ്പരിപ്പും ഗ്രേപ്സും തന്നു. ഇത് നിങ്ങൾ കേട്ടില്ല. ഇതെല്ലാം ഒരേ ട്രിപ്പിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ആദ്യത്തെ സെൻറ്റൻസ് കേട്ടിട്ട് ബാക്കി ചെവി അടഞ്ഞു പോയി. വല്ല മനസ്സിലാവുന്നോ? ആൻഡ് യുവർ ഇയേഴ്സ് ബിക്കോസ് ദേ ഹിയർ. ഫോർ ട്രൂലി ഐ ടെൽ യു, ഞാൻ സത്യമായിട്ട് നിങ്ങളുടെ അടുത്ത്, എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. കർത്താവ് അതിൽ ചില ആമേൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ അത് ഒന്നുകൂടെ ഉറപ്പിച്ചങ്ങനെ ആയിരിക്കും. ഇവിടെ പറയും, ഞാൻ സത്യമായിട്ട് പറയുന്നു. കർത്താവ് പറയുന്ന എല്ലാം സത്യമാണ്. പക്ഷെ എന്നാലും ആ കർത്താവ് ആ നാവിൽ തുമ്പിൽ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാൻ സത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ്. എന്നിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ എനിക്ക് പറയുമ്പോൾ അത് എന്താണ്, കർത്താവ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, അയ്യോ ആ സത്യം. അപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണ്, പക്ഷെ പിന്നെയും പറയാണ്, ഞാൻ സത്യമായിട്ട് നിൻ്റെ അടുത്ത് പറയുന്നു. ഫോർ ട്രൂലി ഐ ടെൽ യു, മെനി പ്രോഫറ്റ്സ് ആൻഡ് റൈറ്റസ് പീപ്പിൾ ലോങ് ടു സീ വാട്ട് യു സീ. പല പ്രവാചകന്മാരും പല വിദ്വാൻമാരും നിങ്ങൾ കാണുന്ന പോലെ കാണണമെന്ന ആഗ്രഹത്തോടുകൂടി അവർ നടക്കുന്നു. പ്രവാചകനാണ്, പക്ഷെ അവരും ആഗ്രഹിക്കുന്നത് നീ കാണുന്ന പോലെ. അവർ പ്രവാചകൻ, അവർ കാണേണ്ട രീതിയിൽ കണ്ടില്ല. പക്ഷേ ഇവിടെ പറയുന്ന ആ പ്രവാചകന്മാർക്ക് കാണാൻ പറ്റാത്ത കാര്യം, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട കണ്ണും ചെവിയും തന്നത് കൊണ്ട് നമുക്ക് കാണേണ്ടത്, കർത്താവ് ഉദ്ദേശിച്ച കാണേണ്ടത് കാണാനും പറ്റി, കർത്താവ് ഉദ്ദേശിച്ച് കേൾക്കാനുള്ളത് കേൾക്കാനും പറ്റി. പക്ഷെ അതിലിപ്പുറത്ത് പറയുന്നത് ആ പ്രവാചകന്മാർക്കും കൊതിയ, നിങ്ങൾ കാണുന്ന പോലെ എനിക്കും കാണണം. നിങ്ങൾ വന്നിട്ട് പറയും ഞാൻ ഇങ്ങനെ കണ്ടു. ചില സമയത്ത് പറയല്ലോ, ഞാൻ വെളിപ്പാടിൽ കൂടെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇതേ കണക്ക് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ. അതേ കണക്ക് അന്നത്തെ കാലത്ത് പ്രവാചകന്മാരും പ്രവാചകന്മാരാ, അവർക്ക് ആഗ്രഹം എന്താണ്, ഈ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കണ്ണും ചെവിയും ഉള്ള വ്യക്തികളിൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറഞ്ഞ അതേ വ്യക്തികളുടെ ആ കാഴ്ചപ്പാട് എനിക്കും കാണണം, ആ ചെവി എനിക്കും കേൾക്കണം. For truly I tell you, many prophets and righteous, പ്രവാചകന്മാരും നീതിമാന്മാരും long to see what you see, അവർക്ക് ആഗ്രഹത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങളെന്ത് കാണുന്നത് അത് എനിക്കും കാണണം. But did not see it, പക്ഷെ കാണാൻ സാധിച്ചില്ല. And hear what you hear, പക്ഷെ കേൾക്കാനും പറ്റില്ല. But did not hear it, പക്ഷെ കേട്ടതേയില്ല. ആകെ കുറച്ച് കാര്യങ്ങളേ പറഞ്ഞുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കിടക്കുന്നു. നമ്മളിപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ വല്ല മനസ്സിലായി, കേട്ടു പോയി. ഇപ്പം പറഞ്ഞത് മനസ്സിലായി. എന്താണ്? പ്രവാചകന്മാർക്ക് മനസ്സിലായില്ല. ടു ഹിയർ വാട്ട് ഹിയർ ബട്ട് ഡിഡ് നോട്ട് ഹിയർ ഇറ്റ്. 18-ാമത്തെ വാക്യം, ലിസൺ ദെൻ, എന്നാൽ നിങ്ങൾ ഇത് കേൾക്ക്. ടു വാട്ട് ദ പാരബിൾ ഓഫ് ദ സോവർ മീൻസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഉപമ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഉപമ പറഞ്ഞവരാലും ആ വിത്ത് വിതച്ച ആ അർത്ഥം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക.
18-ാമത്തെ വാക്യം വായിച്ച്. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. ആരാ വിതയ്ക്കുന്നത്? വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. 19-ാമത്തെയും ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഒരുത്തൻ രാജ്യത്തെ ഒന്ന് നിർത്തി വായിച്ചാൽ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ അത് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ദുഷ്ടൻ വന്ന് അവന്റെ ദുഷ്ടന്മാർ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഹൃദയത്തിൽ വിതച്ചിരിക്കുന്ന നല്ല കാര്യം ആ ദുഷ്ടൻ വന്ന് അതിനെ എടുത്തു കളയും. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. ഇതാണ് ആ അർത്ഥം പറഞ്ഞത്. വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്തിൻ്റെ കാര്യം പറഞ്ഞെന്ന് എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കർത്താവ് തരുന്നു. Evil comes and snatches away what was sown in their heart. This is the seed sown along the path. അടുത്ത 20-ാമത്തെ വാക്യം. പാഴ്സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം പാഴ് സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതും ഒരുത്തൻ വചനം കേട്ടിട്ട് ഒരാൾ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. അങ്ങനെയാണ് മിക്കവാറും നിങ്ങളൊക്കെ പാറമേളിൽ വിതച്ചിരുന്ന് നമുക്ക് സന്തോഷം കേട്ടിട്ട് സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നുവെങ്കിലും സന്തോഷകരമായിട്ട് അത് കൈകൊണ്ട് ആണെങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികനത്രേ. നേരില്ല. അതിൽ വേരില്ലാത്ത കൊണ്ട് അവൻ ക്ഷണികനത്രേ. ക്ഷണികനെന്ന് വെച്ചാൽ ക്ഷണത്തിൽ നശിച്ചു പോകുന്നു. അത് അല്പ ആയുസേ ഉള്ളൂ എന്ന്. അടുത്തത് വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. എത്രാമത്തെ വാക്യം വയ്ക്കുന്നത്? 21. ബട്ട് സിൻസ് ദേ ഹാവ് നോ റൂട്ട്, അവർക്ക് വേരില്ലാത്തത് കൊണ്ട് ദേ ലാസ്റ്റ് ഓൺലി എ ഷോർട്ട് ടൈം, അത് കുറച്ച് സമയമേ ആയുസ് ഉണ്ടാവുള്ളൂ. വിച്ച് ട്രബിൾ ഓർ പെർസിക്യൂഷൻ കംസ് ബിക്കോസ് ഓഫ് ദ വേർഡ് ദേ ക്വിക്ക്ലി ഫോൾ അവേ. കാരണം അങ്ങനെയുള്ളവരുടെയാണ് അത് പെർസിക്യൂഷനും കാര്യങ്ങളും എല്ലാം വന്ന് കയറിപ്പെടുന്നത്. അത് പറയുന്നത് ബട്ട് സിൻസ് ദേ ഹാവ് നോ റൂട്ട്, അവർക്ക് വേരില്ലാത്ത കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ബട്ട് സിൻസ് ദേ ഹാവ് നോ റൂട്ട് ദേ ലാസ്റ്റ് ഓൺലി എ ഷോർട്ട് വൈൽ, അല്പസമയമേ അതിന് ആയുസുള്ളൂ. കാരണം വേരില്ല, കാരണം പാറമുകളിലാണ് അത് വിത്ത് കിട്ടുന്നത്. When trouble or persecution comes because of the word, they quickly fall away. എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ വന്നാൽ പെട്ടെന്ന് വീണു പോവും. The seed falling among the thorns referred to someone who hears the word. ആ സീഡ്സ് മുള്ളിൽ വന്ന് വീഴുന്നത് ഇങ്ങനെയാണ് അത് പറയുന്നത്. But the worries of this life and the deceitfulness of wealth choke the word, making it unfaithful. അത് വായിച്ച 22. വിതയ്ക്കപ്പെട്ടതോ മുള്ളിൻ്റെ ഇടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ഈ ലോകത്തെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് വചനത്തിനെ നേരിക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നു. നിഷ്ഫലമായി തീരുന്നു. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളും ഈ ലോകത്തെ ധനത്തിനും കൊണ്ട് അങ്ങനെ ഇരിക്കുന്നവരും അതിനെ എല്ലാം കൊണ്ട് വന്ന് നെരിക്കപ്പോൾ ഇതിനൊന്നും വാല്യൂ ഇല്ലാതെ വന്നു. ഞാൻ ഇതൊന്നും അറിയാതെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അടുത്തത് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. But the seed falling on good soil refers to someone who hears the word and understands. നല്ല ഇതിൽ വിതയ്ക്കപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ മലയാളം വായിച്ച 23. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട നല്ല നിലത്തിൽ വിതയ്ക്കപ്പെട്ടത് ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. നല്ല നിലത്തിൽ വിതയ്ക്കുന്നവരുടെ കാര്യം. അത് വിളഞ്ഞ് 100,
അത് വിളഞ്ഞ് നല്ല നിലത്തിൽ വിതച്ചത് കൊണ്ട് അത് വിളഞ്ഞ് 100 മേനി 100, 60, 30 100, മേനി നൽകുന്നു. 60, 30 മേനി അതിന് ഫലം കഴിക്കുന്നു. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. എത്രാമത്തെ വാക്യം? Jesus told them another parable. The kingdom of heaven is like a man who sowed good seed in his field. ആ മലയാളം വായിച്ചേ. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ച ഒരു വ്യക്തി സ്വർഗരാജ്യത്തിനെ പോലെ ഈക്വൽ ആവുന്നതാണ്. അവൻ നല്ലതായിരിക്കണം, നല്ല വിത്ത് വിതയ്ക്കണം. ഇതെല്ലാം എക്സ്പ്ലനേഷനാണ് തരുന്നത്. A man who sowed good seed in his field. But while everyone was sleeping, എല്ലാവരും ഉറക്കത്തിലിരിക്കുന്ന സമയത്ത് his enemy came and sowed weeds among the wheat and went away. അവർ ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്നപ്പോൾ ശത്രു വന്ന് ആ നല്ലത് വിത്തും എടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണോ മലയാളം 25? മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. അതിൻ്റെ ഇടയിൽ കള വരച്ച് നല്ലതെടുത്ത് മറ്റേ വേസ്റ്റൊക്കെ അവിടെ ഇട്ടിട്ട് അവർ പോയി. ശത്രു വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. When the wheat spotted and formed heads, they could weeds also appeared. ഇത് വളഞ്ഞു വന്നപ്പോൾ എന്തോ ആണ്, കളയും കൂടെ അതിൽ കൂടെ വളർന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ വന്നു. വീട്ടിൻ്റെ ഉടമസ്ഥൻ്റെ ദാസന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നു. യജമാനനെ അവർ സ്നേഹത്തോട്, നല്ല വിത്തല്ലയോ വിതച്ചത്? നമ്മൾ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? നമ്മൾ ലോകപരമായിട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ നല്ല വിത്താണ് വിതച്ചത്. പിന്നെ എങ്ങനെ ഈ കള വന്നത്? ഇത് ശത്രു ചെയ്തതാണെന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ശത്രുവാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞങ്ങൾ പോയി അതിനെ പറിച്ച് കളയട്ടെ. അതിന് കർത്താവ് പറഞ്ഞത് ഇല്ല, നിങ്ങൾ പറിക്കല്ലേ. കാരണം അത് പറിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അതും അറിഞ്ഞോടാ. നിങ്ങളത് പറിക്കുമ്പോൾ നല്ലതും കൂടെ എടുത്തുകൊണ്ട് പോകും. രണ്ടോളം കൊയ്ത്ത് വരുന്നവരെ വളരട്ടെ എന്ന്. അതിൻ്റെ ഫുൾ ഇതിൽ വരുന്ന സമയത്ത് അതിനെ പറിച്ചെടുക്കുമ്പോൾ കളകൾ വേറെ സ്ഥലത്തും നല്ലതിന് നല്ല വേറെ സ്ഥലത്തും വയ്ക്കുമ്പോൾ കളകൾ ചുട്ട് കളയാൻ വേണ്ടി അത് മാറ്റി വയ്ക്കും എന്ന് ദൈവം അപ്പോൾ പറയും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് എന്താണ്? അപ്പോൾ ഇതെല്ലാം എക്സാമ്പിൾ വരുന്നത്, നമ്മൾ മനുഷ്യനായിട്ടിരുന്ന് നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ നമ്മൾ പൂർണ്ണതയില്ലെങ്കിൽ കളകളെ പോലെ എടുത്ത് മാറ്റിക്കളയാൻ. എന്തിന്? അതിനെ കൊണ്ടുപോയി കത്തിച്ച് കളയാൻ. പക്ഷെ കർത്താവിൻ്റെ ചെവി കൊണ്ട് കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലത് ആ കള സമയത്ത് നല്ലത് വരും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നല്ലതും തീയതും കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണം നല്ലതിൽ പോകണില്ല, നമ്മൾ ഇടയ്ക്കെല്ലാം തീയതും വരുന്നത്. പക്ഷേ അത് നല്ലതിൽ വരുമ്പോൾ കർത്താവ് അതിൻ്റെ സമയം വരുന്ന സമയത്ത് അതിലെടുക്കുന്നത് എങ്ങനെയെന്നാണ്? തീയതെടുത്ത് മാറ്റി വെച്ച് നല്ലത് ഇങ്ങോട്ട് മാറ്റും. ആ തീയത് കത്തിച്ച് കളയും. എവിടെ വായിച്ചത്? No, he answered, because while you are pulling the weeds, you may uproot the wheat with them. Let both grow together. രണ്ടും ഒന്നിച്ച് നടക്കട്ടെ. Until the harvest. At that time I will tell the harvest, first collect the weeds and tie them in bundles to be burned. Then gather the wheat and bring it into my barn. അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് നല്ലതും തീയതും തിരിച്ചറിഞ്ഞിട്ട് നല്ലതിൻ്റെ ഇതിൽ പോയി വരുമ്പോൾ തീയതും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ലോകത്തിൽ സഭയിൽ പോയാലും ശരി, അല്ലാതെ പോയാലും നമ്മൾ നല്ലത് പോകാൻ വേണ്ടി പോയാലും അതിൻ്റെ കൂടുതൽ തീയതുമുണ്ട്. തിരിച്ചറിയാൻ പറ്റുന്നില്ല, തിരിച്ചറിയണം. അതിനാണ് കർത്താവ് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ അത് നല്ലത് കണക്ക് തോന്നുന്നു, പക്ഷേ ഇവിടെ നമ്മൾ തുടക്കത്തിൽ വായിച്ച എന്താണ്? നമുക്ക് നല്ലതെന്ന് തോന്നിയാലും അത് നല്ലതല്ല.
ആത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു കാര്യസ്ഥനെ പ്രാപിച്ച് അത് നിങ്ങൾ ഗ്രഹിച്ച് നിങ്ങളുടെ ഉള്ളിൽ വഹിച്ചു തീരുമ്പോൾ നിങ്ങളുടെ ശരീരമാവുന്ന ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവായ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു തീരുന്ന അതിൻ്റെ അകത്ത് കളകൾ വരത്തില്ല. ആ ദൈവത്തിൻ്റെ നല്ല വശമുള്ളതുകൊണ്ട് നല്ലത് ആയിരിക്കും അതിൽ വരുന്നത്. അത് പുഷ്ടി വെച്ചതായിരിക്കും. ചെവി കേൾക്കും, കാണേണ്ടവർ കാണേണ്ട രീതിയിൽ നമ്മൾ കാണും. ബുദ്ധിയുള്ളവൻ ബുദ്ധിയോടുകൂടി തന്നെ പ്രവർത്തിക്കും. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നമ്മൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് കണ്ട് നമ്മൾ പറയും ഇതെല്ലാം സംഭവിച്ചു, ഇതെല്ലാം നടക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മൾ എല്ലാം തികഞ്ഞെന്നുള്ള ഭാവം എപ്പോഴും പറയും. ഇവിടെ ദൈവത്തിൻ്റെ ആ വചനം എത്ര കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിക്കേണ്ടത് ഓരോ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ആ അർത്ഥം ഒന്ന് മനസ്സിലാക്കി തരുമ്പോൾ എനിക്ക് പേടിയാവുന്നു. ഇത്രയും വച്ചിട്ട് ഇത്രയും ഇത് വന്നിട്ട് പിന്നെയും പേടിയാണ്. ദൈവത്തിൻ്റെ അറിയുന്നവരാണെങ്കിൽ ഭയമുണ്ടാവും. നമുക്ക് ഭയമില്ല, നമ്മൾ എല്ലാം റെഡിയാണ് എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ മനുഷ്യൻ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഭയമാവേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കൂടെ ദൈവമുണ്ട്, ആ ഉറപ്പ് വരും. പക്ഷെ ഒരു ചെറിയ തിന്മ വരുന്ന സമയത്ത് ഭയം വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ലോകം മനുഷ്യരുടെ രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരവസരം ഒരുക്കുന്നത് നമ്മൾ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്നെ പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, ഏകനായി നിന്നെ പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നു രക്ഷനാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നു രക്ഷനാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിയും ദിനം വരും,
ദൂതമധ്യേ ആർത്തുപാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്ന് പാടും ദൂതമധ്യേ ആർത്തുപാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അധ്യായം 22, 23, 24. ആ ദരിദ്രൻ മരിച്ചപ്പോൾ 16, 22, 23. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട്. എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെയും നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കില്ല, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് യേശു ക്രിസ്തു തൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് വ്യക്തമാക്കി പറയുന്നൊരു സംഭവമാണ്. ഒരു വാഗ്ദത്തമാണ് കർത്താവ് അവരോട് കൊടുത്തിട്ട് പോവുകയാണ്. തന്നിനി അധികം നാൾ കർത്താവ് അവരുടെ കൂടെ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞിട്ട് പോകുന്നൊരു സംഭവമാണ്. കർത്താവ് പറയേ, നിങ്ങൾക്കിപ്പോൾ ദുഃഖമുണ്ട്. ഈ ദുഃഖം പക്ഷെ നിങ്ങളെ സന്തോഷത്തിലേക്കാക്കും. എന്താണ്, എങ്ങനെ ഇത് സന്തോഷം നമുക്ക് പ്രാപിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദുഃഖം എങ്ങനെ നമ്മളെ സന്തോഷത്തിലേക്ക് ആക്കാൻ സാധിക്കുമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയാം. ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായത് കാരണം നിങ്ങളുടെ കൂടെ നടക്കുകയും നിങ്ങൾക്ക് വേണ്ടതും എല്ലാം നിങ്ങൾക്ക് വേണ്ടി കരുതുകയും നിങ്ങളുടെ ആവശ്യങ്ങളും സത്യത്തിൻ്റെ നീതിയും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയും ആ തെറ്റിൽ പോയി വീഴാതെ നിങ്ങളെ കാത്തുകൊണ്ടു ഇത്രയും നാൾ. എന്നാൽ ഇനി അല്ലെങ്കിൽ ഇപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഈ ദുഃഖം എങ്ങനെ നിങ്ങൾക്ക് സന്തോഷമാക്കാം, ഈ സന്തോഷം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് കർത്താവ് വ്യക്തമാക്കി പറയാനോട്. എന്നാൽ ഈ സന്തോഷം എന്താണെന്ന് അവർക്കറിയത്തില്ല. എങ്ങനെ നമുക്ക് സന്തോഷം വരാൻ, നമുക്ക് കർത്താവിൽ നിന്ന് എങ്ങനെ സന്തോഷം ലഭിക്കും, നീ ഇപ്പോൾ നമുക്ക് ദുഃഖമുണ്ട്, ഈ ദുഃഖം എങ്ങനെ, ദുഃഖത്തിൽ നിന്ന് എങ്ങനെ സന്തോഷത്തിലേക്ക് ആകാമെന്ന് കർത്താവ് വ്യക്തമാക്കി പറയാം. നമ്മളെപ്പോഴും വിചാരിക്കുന്ന കഷ്ടങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ഈ ദുഃഖം എങ്ങനെ മാറും, ദുഃഖം മാറുന്നതിനെക്കാട്ടും ദുഃഖം എങ്ങനെ സന്തോഷമാക്കുമെന്ന് കർത്താവ് വ്യക്തമാക്കി നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് ഇത് തന്നെയുണ്ട് കർത്താവിന് പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ദുഃഖമുണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. കർത്താവ് പിന്നെയും ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോഴും കർത്താവിന് പറയാനുള്ളത്, ഈ ദുഃഖം, നിങ്ങളിപ്പോഴത്തെ കറണ്ട് പ്രശ്നമായിരിക്കുന്ന ദുഃഖം, ആ ദുഃഖത്തിനെ സന്തോഷത്തിലേക്കാക്കാൻ ഏതൊരു സംഭവം നിങ്ങൾ കാത്തിരുന്ന് ഈ വാഗ്ദത്തം പ്രാപിക്കണം. ഈ വാഗ്ദത്തം പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് ആകാൻ സാധിക്കും. അപ്പോൾ അവിടെ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണാം, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. അപ്പോൾ കർത്താവ് തരുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്കോ ഒരു വ്യക്തികൾക്കോ ആർക്കും എടുത്ത് കളയാൻ സാധിക്കില്ല. ദൈവം തരുന്നത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ. നമ്മൾ ഈ ഭൂമിയിലെ നന്മകളോ കഷ്ടങ്ങളോ ദുഃഖങ്ങളോ എന്തുകൊണ്ടോ ആയിക്കോട്ടെ, ഈ നന്മകൾ കിട്ടാതെ പോകുക എന്തോ സംഭവിക്കാം. പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പകരുവാൻ, അല്ലെങ്കിൽ ആ സന്തോഷം ആർക്കും നമ്മുടെ നിന്ന് എടുത്തു കളയാൻ പറ്റാത്തൊരു സന്തോഷം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. നമ്മൾ വിചാരിക്കും ഭൂമിയിലെ നന്മകൾ കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും ആ നന്മ കിട്ടി അനുഗ്രഹിച്ചല്ലോ എന്ന് പറയുന്നു. അത് മനുഷ്യർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരികയും അതൊക്കെ നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ ദൈവം തരുന്നത് നഷ്ടപ്പെട്ടു പോവുകയില്ല. ദൈവത്തിൽ നിന്ന് തരുന്ന ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. അത് ഒരു മനുഷ്യർക്കോ ഒരു വ്യക്തികൾക്കോ ആർക്കും എടുത്ത് കഴിയാൻ സാധിക്കില്ല. അതാണ് നമ്മുടെ 22-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. ആരെ കൊണ്ടും എടുത്തു കളയാൻ പറ്റാത്തൊരു സംഭവമാണ് കർത്താവ് തരുന്നൊരു ഗിഫ്റ്റ്. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ മനുഷ്യനാണെങ്കിൽ തിരിച്ച് ചോദിക്കും. ചിലപ്പോൾ നമുക്കൊരു അത്യാവശ്യത്തിന് ഒരാൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കടമായിട്ട് ചോദിച്ചാൽ പോലെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ ദൈവം തരുന്നത് അത് നിലനിൽക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട് എന്നും നിലനിൽക്കും. പക്ഷേ കർത്താവിന്റെ ശിഷ്യന്മാരോട് പറയാം, ഈ ദുഃഖം നിങ്ങൾ സന്തോഷമായി തീരുന്നെങ്കിലും ഈ സന്തോഷം നിങ്ങൾ നിലനിൽക്കണമെങ്കിലും നിങ്ങൾ ഒന്ന് ചെയ്യാനുണ്ട്. അതാണ് 23-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും.
കർത്താവ് പറയേ, നിങ്ങൾ എന്നോട് പ്രത്യേകമായിട്ട് ചോദിക്കുകയില്ല. കാരണം ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന്, നിങ്ങൾക്ക് എന്താണ് തരേണ്ടതെന്ന് കർത്താവ് അറിയാം. ആദ്യം തരേണ്ടത് ആ പരിശുദ്ധാത്മാവിനെ. ആ പരിശുദ്ധാത്മാവിനെ തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പിന്നെ എന്താണ് വേണ്ടതെന്ന് വെച്ച് അതിനനുസരിച്ചുള്ള ഗിഫ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് തരും. ഇത് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കണം. ശിഷ്യന്മാരോട് കർത്താവ് വ്യക്തമാക്കി പറയാണ്, അന്ന് നിങ്ങൾ എന്നോട് ചോദിക്കില്ല. ചോദിക്കാത്തതിന്റെ കാരണമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. നിങ്ങൾ ചോദിക്കണം. ആ ഗിഫ്റ്റ് തരുമ്പോൾ നിങ്ങൾ ആ ഗിഫ്റ്റ് വെച്ച് പിതാവിനോട് ഒരു കാര്യം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാനിടയാകും. ആ ഗിഫ്റ്റ്, ആ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ കാര്യസ്ഥനെ പ്രാപിച്ചതിന് ശേഷം പിന്നെ കർത്താവ് അത് ചോദിക്കുക. കർത്താവ് ഈ ഗിഫ്റ്റ്, ഞാൻ ഈ ഭാഗം ഒരുപാട് വായിച്ചപ്പോൾ എന്നെ പിന്നെ മുമ്പ് എന്നെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ചോദിക്കത്തില്ല. ആ ഗിഫ്റ്റ് നമ്മൾ ആരോടും ചോദിച്ചു പഠിക്കുന്ന സാധനമല്ല. ഗിഫ്റ്റ് നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞൊരു സർപ്രൈസ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ആ ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഗിഫ്റ്റ് കർത്താവിനോട് നമുക്ക് ദൈവമേ ഒരു വാഞ്ച ഉണ്ടെങ്കിൽ കർത്താവ് ആ ഗിഫ്റ്റ് തരും. ഗിഫ്റ്റ് നമ്മൾ ചോദിച്ചു മേടിക്കേണ്ട സാധനമല്ല. ഗിഫ്റ്റ് എന്ന് കടയിൽ പോയി മേടിച്ച് എനിക്ക് ഗിഫ്റ്റ് വേണമെന്ന് ആരും ചോദിക്കത്തില്ല. ഗിഫ്റ്റ് കർത്താവ് തരുന്ന ഒരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റായിട്ട് തന്നെ അത് എക്സ്പെക്ട് ചെയ്യണം. പക്ഷേ നമുക്ക് കർത്താവിൽ നിന്നൊരു വാഞ്ച ഉണ്ടെങ്കിലേ കർത്താവ് നമുക്ക് ഈ ഗിഫ്റ്റ് തരത്തുള്ളൂ. ഈ ഗിഫ്റ്റ് നിങ്ങൾ ചോദിക്കത്തില്ല. അവിടെ വായിച്ചാൽ മനസ്സിലാകും. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേനാമൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവരുടെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇത് ചോദിക്കാതെ തരുന്ന ഈ ഗിഫ്റ്റ് ഇല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുമ്പോൾ, ഈ പരിശുദ്ധാത്മാവിനെ തന്നതിന് ശേഷം നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു, എന്ത് ആർക്ക് വേണ്ടി ചോദിക്കുന്നു, ഒരു വിടുതലിന് വേണ്ടി ആരോട് കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ അത് കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ദുഃഖവും നിങ്ങളുടെ സന്തോഷത്തിലേക്ക് മാറ്റും. ഈ സന്തോഷം ആർക്കും നിങ്ങളുടെ അടുത്ത് നിർത്തി കളയാൻ കഴിയുകയില്ല. എന്നാൽ കർത്താവ് അവസാനം ഒരു കാര്യം കൂടെ പറയുന്നു, ഇന്ന് വരെ നിങ്ങളുടെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും. ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകണമെങ്കിൽ, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ തന്നതിന് ശേഷം കർത്താവിൻ്റെ ആ കൃപാവരങ്ങൾ അല്ലെങ്കിൽ ഓരോ വരങ്ങൾ നമുക്ക് തരണമെങ്കിൽ, പിന്നെ നമ്മൾ ആ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് കർത്താവെ ഇന്ന് ചെയ്യാൻ ദൈവമേ എന്ന് കൃപാവരങ്ങൾ തരുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. അതിനുശേഷം ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചതിന് ശേഷം ദൈവത്തോട് ചോദിക്കുന്ന ഓരോ കൃപാവരങ്ങൾ കർത്താവ് നമുക്ക് തരാൻ സാധിക്കും. പക്ഷെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ ആ വാഞ്ചോട് ഇരിക്കുകയാണെങ്കിൽ ആ ഗിഫ്റ്റായിട്ട് കർത്താവ് പരിശുദ്ധാത്മാവിനെ തരും. ആ പരിശുദ്ധാത്മാവിനെ തന്നതിന് ശേഷം കിട്ടുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കൃപാവരങ്ങൾ ചോദിക്കുമ്പോൾ ആ കർത്താവ് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചു തരും. അന്യഭാഷയാൽ തരുന്നതിന് ശേഷം നിങ്ങൾ ചോദിക്കണം. എന്തിനു വേണ്ടി? അത് വ്യാഖ്യാന തരത്തിന് വേണ്ടി ചോദിക്കണം. അപ്പോൾ നമ്മൾ പിന്നത്തിൽ ചോദിക്കാനുള്ള കൃപാവരങ്ങൾ ചോദിച്ചാൽ മേടിച്ചാൽ മാത്രമേ ആ വരങ്ങൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ താൻ മരിക്കുന്ന മുന്നേ അല്ലെങ്കിൽ താൻ ക്രൂശിൽ മരിക്കുന്ന മുന്നേ അവസാനമായി തൻ്റെ അവസാനത്തെ അത്താഴത്തെ സമയത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ട്, കർത്താവ് ഞാൻ നിങ്ങളെ വിട്ടു പോകാൻ പോവുകയാണ്. ഇത്രയും നാളെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോഴൊന്നും ഇത് ഞാൻ എന്നെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളെ വിട്ടുപോകാനുള്ള സമയമായി. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. ഞാൻ ഇപ്പോൾ സാദൃശ്യമായിട്ടല്ല സംസാരിക്കുന്നത്, കൃത്യമായി നിങ്ങൾക്ക് വെളിപ്പെടുത്തി വ്യക്തമാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി തരേൻ. ഞാൻ ഇനി എനിക്ക് പെസഹ കുഞ്ഞാളിൻ്റെ അടക്കപ്പെടാനുള്ള സമയമായി കഴിഞ്ഞു. ആ സമയത്ത് എന്നെ അടക്കപ്പെടും. അത് കഴിഞ്ഞ് ഞാൻ മരിക്കും. മരിച്ചതിന് ശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. കർത്താവ് വ്യക്തമാക്കി അതിൻ്റെ 21-ാം വാക്യത്തിൽ വായിച്ചാൽ മനസ്സിലാകും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. കർത്താവ് വ്യക്തമാക്കി തൻ്റെ ശിഷ്യന്മാരോട് പറയും, ഞാൻ വന്നതുപോലെ ഞാൻ തിരിച്ചു മടങ്ങി പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ഇത്രയും 3.5 വർഷം നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളെ ഓരോ വഴിക്ക് നടത്തി, നിങ്ങളെ ആവശ്യം എന്തെന്ന് അറിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. വെറും ഒരു സഞ്ജീവമാക്കി നിങ്ങൾ എൻ്റെ കൂടെ വിട്ടപ്പോൾ ഒന്നിൻ്റെ ഒരു കുറവ് വരുത്താതെ നിങ്ങളെ നടത്തി. എന്നാൽ ഇനി അങ്ങനെയല്ല. ഇനി നടത്തേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് പരിശുദ്ധാത്മാവ് ഞാൻ കടന്നു പോയതിനു ശേഷം ആ കാര്യസ്ഥനെ നിങ്ങളിലേക്ക് അയക്കും. അത് അയക്കുമ്പോൾ അത് നിങ്ങളെ സത്യത്തെയും നീതിയും ന്യായവിധിയെയും കുറിച്ചും ബോധം വരുത്തി ആ സത്യത്തിൽ നിങ്ങളെ നടത്താൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നു. ആ കടന്നു പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് അലേർട്ടാക്കുകയും ആ വാഞ്ചയോട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ്റെ ആത്മാവിനെ പ്രാപിച്ചതിന് ശേഷം നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും ആ അപേക്ഷിക്കുന്ന വിഷയത്തിന് നിങ്ങൾ അപേക്ഷിക്കുക. എന്നിട്ട് ഇത് പ്രാപിച്ചതിന് ശേഷം നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അത് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് കാണത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ഇനി അധികം സമയമില്ല. നിങ്ങളെ ഈ ദുഃഖം സന്തോഷത്തിലേക്ക് ആക്കാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണമെങ്കിൽ ആ വാഞ്ചയോടെ ദൈവസന്നിധിയിലിരിക്കണമെങ്കിൽ ആ ഗിഫ്റ്റുകൾ പ്രാപിക്കാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ഒരുങ്ങി കർത്താവിനായി കാത്തിരുന്ന് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കാത്തിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുന്നതാണ്.
കർത്താവിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ ആത്മഭാവങ്ങളും